നമസ്കാരം. നെക്സ്റ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സനൂപ് വധക്കേസിലെ പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുത്തു. കുത്താൻ ഉപയോഗിച്ച കത്തിയും മറ്റായുധങ്ങളും കണ്ടെടുത്തു. ഒരാഴ്ചക്കിടയിൽ സനൂപിന്റെയും സതീഷിന്റെയും വധക്കേസിൽ പ്രതികളെ പിടിച്ച് മികവോടെ പോലീസ് അന്വേഷണ സംഘം. ഉത്തർപ്രദേശിലെ ഹാത്രാസിലെ പെൺകുട്ടിയുടെ കൊലപാതകം. ജെറുസലേം സെന്ററിൽ പ്രതിഷേധവുമായി KSKTU. RMP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ഉത്തർപ്രദേശിലെ പെൺകുട്ടിയുടെ കൊലപാതകം. കുന്നംകുളത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. കുന്നംകുളത്തെ വിമത കോൺഗ്രസുകാർ സേവ് കോൺഗ്രസ് എന്ന പേരിൽ പാർട്ടിക്ക് രൂപം കൊടുത്തു. പെരുമ്പിലാവിലെ സിഗ്നൽ ലൈറ്റുകൾ നിലച്ചിട്ട് ഇന്ന് ഒരു വർഷം. പട്ടിക സമരം നടത്തി പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ. പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന 12,500 കിലോ സ്ഫോടക വസ്തുക്കൾ നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സനൂപ് വധക്കേസിലെ പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുത്തു. കുത്താൻ ഉപയോഗിച്ച കത്തിയും മറ്റായുധങ്ങളും കണ്ടെടുത്തു. എയ്യാൽ ചിറ്റിലങ്ങോട് വെച്ച് CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുത്തു. ഒന്നാം പ്രതി നന്ദനെയും പ്രധാന കൂട്ടുപ്രതികളായ അഭയജിത്ത്, ശ്രീരാഗ് എന്നിവരുമായിട്ടാണ് പോലീസ് ഇന്ന് തെളിവെടുത്തത്. കൃത്യം നടത്തിയതിനു ശേഷം പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന കീഴ്ത്തണ്ടിലം കള്ളുഷാപ്പിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് തെളിവെടുപ്പ് നടന്നത്. നന്ദനൻ സനൂപിനെ കുത്തിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും വടിവാളും തെളിവെടുപ്പിനിടയിൽ കണ്ടെടുത്തു. നന്ദനാണ് ഉപേക്ഷിച്ച കത്തി പോലീസിനെ കാണിച്ചു കൊടുത്തത്. മറ്റു പ്രതികൾ ആക്രമണം നടത്താൻ ഉപയോഗിച്ച വെട്ടുകത്തിയും ഇരുമ്പുദണ്ടും കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെടുത്തിരുന്നു. റിമാൻഡിലായിരുന്ന നന്ദനനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത്. കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ T. സിനോജ്, എരുവപ്പെട്ടി ഇൻസ്പെക്ടർ KK ഭൂപേഷ്, SI സനൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുത്തത്. സനൂപ് വധക്കേസിൽ ഇതുവരെ 6 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത കൃത്യത്തിൽ നേരിട്ട് ബന്ധമുള്ള സുജയ് കുമാർ, സുനീഷ് എന്നിവരുമായി പോലീസ് ചിറ്റിലങ്ങാട് റോഡിൽ നിന്നും തെളിവെടുത്തിരുന്നു. കൃത്യത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും ഇരുമ്പുദണ്ടും ഇവിടെ നിന്നാണ് പോലീസ് കണ്ടെടുത്തത്. ഒരാഴ്ചക്കിടയിൽ സനൂപിന്റെയും സതീഷിന്റെയും വധക്കേസിൽ പ്രതികളെ പിടിച്ച് മികവോടെ പോലീസ് അന്വേഷണ സംഘം. വിശ്രമമില്ലാത്ത 5 ദിവസങ്ങൾ. സനൂപിന്റെ കൊലപാതകം, തിരുമണി കോളനിയിലെ സതീഷിന്റെ കൊലപാതകം എന്നീ കേസുകളിലെ പ്രതികൾ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടാൻ കമ്മീഷണർ R. ആദിത്യ, ACP TS സിനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് കഴിഞ്ഞു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് പന്നിത്തടത്ത് സമീപം ചിറ്റിലങ്ങാട്ട് അക്രമ സംഭവങ്ങളും സനൂപിന്റെ കൊലപാതകവും ഉണ്ടായത്. എരുവപ്പെട്ടി പോലീസാണ് ആദ്യം സ്ഥലത്തെത്തിയത്. പിന്നീട് കുന്നംകുളം പോലീസും വിവരങ്ങൾ ശേഖരിക്കാനെത്തി. തിങ്കളാഴ്ച കേസന്വേഷണത്തിൽ 5 SHOമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. കമ്മീഷണർക്ക് കീഴിൽ ഷാഡോ പോലീസും ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ മുഖ്യപ്രതി നന്ദനൻ പിടിയിലായി. ബുധനാഴ്ച രാവിലെ സംഘാംഗങ്ങളിൽ ഭൂരിഭാഗവും പഴയന്നൂരിലെ സതീഷിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണത്തിലായി. പ്രതിയായ ശ്രീജിത്തിനെ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞു. വൈകിട്ട് എരുമപ്പെട്ടിയിലെത്തുമ്പോഴേക്കും സനൂപ് വധക്കേസിലെ 2 പേരെ കൂടി കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ 3 പേരെ ചെമ്മന്തിട്ട പാടശേഖരത്തു നിന്ന് പിടിച്ചതോടെ അക്രമത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ളവരെല്ലാം പോലീസിന്റെ പിടിയിലായി. സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടവരെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. SHOമാരായ KG സുരേഷ്, KK ഭൂപേഷ്, J. നിസാമുദ്ദീൻ, K. മാധവൻകുട്ടി, സുരേന്ദ്രൻ, ഷാഡോ പോലീസ് SIമാരായ ഗ്ലാഡ്സ്റ്റൺ, മുഹമ്മദ് അഷറഫ്, സുനിൽ, രാജൻ, സുബ്രതകുമാർ, റാഫി, ASIമാരായ രാകേഷ്, ഹബീബ്, ഗോപാലകൃഷ്ണൻ, സുദേവ്, CPOമാരായ പഴനിസ്വാമി, ജീവൻ, ആഷിഖ്, ശരത്, ലിഗേഷ്, വിപിൻദാസ്, മെൽവിൻ, അബീഷ്, കബീർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഉത്തർപ്രദേശിലെ ഹാത്രാസിലെ പെൺകുട്ടിയുടെ കൊലപാതകം. ജെറുസലേം സെന്ററിൽ പ്രതിഷേധവുമായി KSKTU. ഉത്തർപ്രദേശിലെ ഖത്രാസിൽ ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനും പ്രതികളെ സംരക്ഷിക്കാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പോലീസ് നടത്തുന്ന ശ്രമങ്ങളിലും പ്രതിഷേധിച്ച് കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ജെറുസലേം സെന്ററിൽ നടന്ന കൂട്ടായ്മ
KSKTU ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. CPM പഴനി ലോക്കൽ സെക്രട്ടറി NK ഹരിദാസൻ, KSKTU വില്ലേജ് സെക്രട്ടറി സുനിൽകുമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AA മണികണ്ഠൻ, ബാബു പുലിക്കോട്ടിൽ, KR ബിനോഷ് എന്നിവർ സംസാരിച്ചു. വനിതാ സബ് കമ്മിറ്റി അംഗം സുജിനി ബാബുജി അധ്യക്ഷയായിരുന്നു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ PK കൌസല്യ സ്വാഗതവും പത്മിനി ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു. വനിതാ സബ് കമ്മിറ്റി അംഗങ്ങളായ CC തങ്കമണി, നിഷ ചന്ദ്രൻ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തു. നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ദളിത് പെൺകുട്ടിക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വില്ലേജ് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ കൂട്ടായ്മ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി രൂപപ്പെട്ടുവന്ന അതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമണങ്ങൾക്കെതിരായ പ്രതിരോധമാണ്. RRB കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. RRB കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ഖത്രാസിലും വാളയാറിലും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നും കുറ്റവാളികളെ സഹായിക്കുന്ന സർക്കാരുകൾക്കെതിരെ പോരാടണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് RRB കുന്നംകുളത്ത് പ്രതിഷേധ സായാഹ്നം നടത്തിയത്. നഗരത്തിൽ നടത്തിയ പ്രതിഷേധ സായാഹ്നത്തിന് നേതാക്കളായ തമ്പി ബാലചന്ദ്രൻ, K അനിൽ, സോമൻ ചെറുകുന്ന്, ബീന രവി എന്നിവർ നേതൃത്വം നൽകി. ഉത്തർപ്രദേശിലെ പെൺകുട്ടിയുടെ കൊലപാതകം കുന്നംകുളത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. കുന്നംകുളത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കുന്നംകുളം മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഖത്രാസിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ മൃതശരീരം കുടുംബത്തിന് പോലും കാണിക്കാതെ ചുട്ടുകരിച്ച UP ഗവൺമെന്റിന്റെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയത്. നഗര കേന്ദ്രത്തിൽ നടന്ന പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EP ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി യൂസഫ് പഴുനാന അധ്യക്ഷനായിരുന്നു. മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാഹുൽ പഴുനാന, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖനി, CD കിരോർ, ഷറഫുദ്ദീൻ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. മൃതശരീരം കുടുംബത്തിന് കാണിച്ചില്ല എന്ന് മാത്രമല്ല, ആ കുടുംബത്തിന് ഈ സംഭവം നടന്ന് 2-3 ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ, അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ, പുറം ലോകം കാണിക്കാതെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ വീടുകളിൽ പൂട്ടിയിട്ടു. ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778.
കുന്നംകുളത്തെ വിമത കോൺഗ്രസുകാർ സേവ് കോൺഗ്രസ് എന്ന പേരിൽ പാർട്ടിക്ക് രൂപം കൊടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ വിമത കോൺഗ്രസ് അംഗങ്ങൾ തീരുമാനമെടുത്തു. ഇതിന്റെ ഭാഗമായി സേവ് കോൺഗ്രസ് എന്ന പേരിൽ ഫോറം രൂപീകരിച്ചു. കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച 5 കൌൺസിലർമാരാണ് നഗരസഭാ ഭരണസമിതിയിലുള്ളത്. പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടി ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും ഭരണസമിതി ലഭിച്ച സ്ഥിരം സമിതി അംഗത്വവും അധ്യക്ഷ സ്ഥാനവും രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഇതോടെ ചർച്ചകൾ പരാജയപ്പെട്ടു. പുതിയ DCC പ്രസിഡന്റ് സ്ഥാനമേറ്റതിനു ശേഷം രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇവരെ തിരിച്ചെടുക്കേണ്ടതില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഭരണത്തിലുള്ള CPM-നെ 5 വർഷം പിന്തുണച്ചവരെ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കേണ്ടതില്ലെന്നും നേതൃത്വത്തെ അറിയിച്ചു. ഇതോടെയാണ് കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്ന CV ബേബി, MS സുഗുണൻ, T സോമശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സേവ് കോൺഗ്രസ് ഫോറം രൂപീകരിച്ചത്. അയ്യമ്പറമ്പ്, ടൗൺ, കാണിപ്പയ്യൂർ, നെഹ്റു നഗർ, ആർക്കാട് ഈസ്റ്റ് എന്നിവിടങ്ങളിലെ കോൺഗ്രസ് കൌൺസിലർമാരാണ് വിമതപക്ഷത്തുള്ളത്. ഈ വാർഡുകളിൽ ചിലത് കോൺഗ്രസിന് സ്വാധീനമുള്ള വാർഡുകളാണ്. ഭരണത്തിൽ പിന്തുണച്ചെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വിമത കോൺഗ്രസ് അംഗങ്ങളെ ഒപ്പം നിർത്താൻ CPM തയ്യാറാകില്ലെന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ലെന്ന് വിമത വിഭാഗത്തിലെ നേതാക്കൾ അറിയിച്ചു. ബസ് ടെർമിനൽ നിർമ്മാണം, മാലിന്യ സംസ്കരണം, സ്കൂൾ നവീകരണം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും ഇവർ അവകാശപ്പെട്ടു. പ്രവർത്തക സമിതി യോഗത്തിൽ KK ആനന്ദൻ, സുമ ഗംഗാധരൻ, നിഷ സെബാസ്റ്റ്യൻ, ഇന്ദിര ശശികുമാർ, നിഷ ജയേഷ്, P പരമേശ്വരൻ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവിലെ സിഗ്നൽ ലൈറ്റുകൾ നിലച്ചിട്ട് ഇന്ന് 1 വർഷം. ഒറ്റയാൾ സമരം നടത്തി പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ. പെരുമ്പിലാവിൽ സിഗ്നൽ നിലച്ചിട്ട് 1 വർഷം. പൊതുപ്രവർത്തകൻ ഒറ്റയാൾ സമരം നടത്തി പ്രതിഷേധിച്ചു. റോഡ് സുരക്ഷയുടെ ഭാഗമായി പെരുമ്പിലാവിൽ ഏറെ കൊട്ടിഘോഷിച്ചും ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച സിഗ്നൽ ലൈറ്റുകൾ പൂർണ്ണമായി നിലച്ചിട്ട് 1 വർഷം. ഇതിൽ പ്രതിഷേധിച്ചുള്ള പൊതുപ്രവർത്തകന്റെ വേറിട്ട പ്രതിഷേധ സമരം ശ്രദ്ധേയമായി. പെരുമ്പിലാവിലെ സിഗ്നൽ ലൈറ്റുകൾ പൂർണ്ണമായി മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്ന വിവരം വ്യസനസമേതം അറിയിക്കുന്നു. ആദരാഞ്ജലികൾ. തകർന്ന ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക, സിഗ്നൽ ലൈറ്റുകൾ തെളിയട്ടെ, അപകടങ്ങൾ കറുതിയാകട്ടെ എന്ന ബോർഡ് ഉയർത്തിയാണ് പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ ഒറ്റയാൾ സമരം അരങ്ങേറിയത്. മെരിയടച്ച സിഗ്നലിനെതിരെ കഴിഞ്ഞ 1 വർഷമായി നിരവധി രാഷ്ട്രീയ പാർട്ടികൾ വേറിട്ടതും റീത്ത് സമർപ്പിച്ചതുമായ സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടും ഫലമുണ്ടായില്ല. 2010-ൽ റോഡ് സുരക്ഷയുടെ ഭാഗമായി സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം കെൽട്രോൺ കമ്പനിയാണ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത്. സമാന രീതിയിൽ തന്നെ അക്കിക്കാവ് ജംഗ്ഷനിലും ലൈറ്റുകൾ സ്ഥാപിച്ചു. ഇതിന്റെ പ്രവർത്തനവും ഭാഗികമാണ്. കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കെൽട്രോണിനെ സർക്കാർ കരാർ പുതുക്കി നൽകാത്തതിനെ തുടർന്നാണ് ലൈറ്റുകൾ റിപ്പയർ ചെയ്യാത്തത്. ഇതിനു പുറമെ മാസങ്ങൾക്ക് മുൻപ് പട്ടാമ്പി റോഡിലെ സിഗ്നൽ ലൈറ്റ് വാഹനമിടിച്ച് തകർന്ന അവസ്ഥയിലാണ്. ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാത്തതിനാൽ ജംഗ്ഷനിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഏറെ കൊട്ടിഘോഷിച്ച് ലക്ഷങ്ങൾ മുതൽ മുടക്കി സർക്കാർ ചെലവിൽ സ്ഥാപിച്ച ഈ സിഗ്നൽ ലൈറ്റുകൾ എത്രയും പെട്ടെന്ന് മിഴി തുറക്കാനായി വേറിട്ട സമരമുറ ഒറ്റയാൾ സമരം ഇവിടെ നിർവഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ പോക്കറ്റിലെ പൈസ ചെലവാക്കിക്കൊണ്ട് സർക്കാർ ഉദ്ദേശം 1 വർഷം മുമ്പ് 2010-ൽ നിർമ്മിച്ച സിഗ്നൽ ലൈറ്റുകൾ തകർന്നിട്ട് ഇന്നേക്ക് 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. 2010-ൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റാണ് ഇവിടെ. റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് പെരുമ്പിലാവിൽ കെൽട്രോണും സർക്കാരും തമ്മിൽ സംയുക്തമായി സ്ഥാപിച്ച ഈ സിഗ്നൽ ലൈറ്റ് പൂർണ്ണമായി നിലച്ചിട്ട് ഇന്നേക്ക് 1 വർഷത്തോളമായിരിക്കാം. അധികൃതരുടെ തികച്ച അനാസ്ഥ മൂലം ഈ സിഗ്നൽ ലൈറ്റ് ഇപ്പോഴും റിപ്പയർ ചെയ്ത് പ്രവർത്തനയോഗ്യമാക്കിയിട്ടില്ല. കൂടാതെ കഴിഞ്ഞ മാസം വാഹനമിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഈ സിഗ്നൽ ലൈറ്റിന്റെ പട്ടാമ്പി റോഡിലുള്ള 1 വശത്തെ സിഗ്നൽ ലൈറ്റ്. ഇത് പൂർണ്ണമായി തകർന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതർ തിരിഞ്ഞു നോക്കാത്ത ഈ സിഗ്നൽ ലൈറ്റ് എത്രയും പെട്ടെന്ന് മിഴി തുറന്ന് ഈ പെരുമ്പിലാവ് ജംഗ്ഷനിലെ അപകടങ്ങൾ കരുതി ഉണ്ടാക്കണമെന്ന അഭ്യർത്ഥന കൊണ്ടാണ് ഞാൻ ഈ ഒറ്റയാൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന 12,500 കിലോ സ്ഫോടക വസ്തുക്കൾ നശിപ്പിച്ചു. പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന 12,500 കിലോ സ്ഫോടക വസ്തുക്കൾ കോടതി നിർദ്ദേശത്തെ തുടർന്ന് തൃശൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് പെരുമ്പിലാവിലെ സ്വകാര്യ ക്വാറിയിൽ പൊട്ടിച്ചു നശിപ്പിച്ചു. തൃശൂർ പൂരം വെടിക്കെട്ടിനെ അനുസ്മരിക്കും വിധം 2 മണിക്കൂർ നീണ്ടുനിന്ന വെടിക്കെട്ട് കാണുവാൻ കാണികൾ ഉണ്ടായിരുന്നില്ല. 2017-ൽ കുന്നംകുളത്തെ 2 പടക്ക വിൽപ്പന കടകളിൽ നിയമാനുസൃതമല്ലാതെ അളവിൽ കൂടുതൽ സൂക്ഷിച്ചിരുന്ന 12,500 കിലോ ചൈനീസ് നിർമ്മിത പടക്ക വസ്തുക്കൾ കുന്നംകുളം പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച കേസിൽ സ്ഫോടക വസ്തുക്കൾ ലേലത്തിലെടുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കത്തിച്ചു കളയാൻ കോടതി നിർദ്ദേശിച്ചത്.
ലഭിച്ചത്. കോടതി നിർദ്ദേശത്തെ തുടർന്ന് തൃശൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് SI പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഫോടക വസ്തുക്കൾ പെരുമ്പാവൂർ തിപ്പലശ്ശേരി റോഡിലെ പോപ്പുലർ ഗ്രാനൈറ്റ് ക്വാറിയിൽ പൊട്ടിച്ചു നശിപ്പിച്ചു. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ലോഡ് കണക്കിന് സ്ഫോടക വസ്തുക്കളാണ് CI KG സുരേഷ് നേതൃത്വത്തിൽ പ്രത്യേക വാഹനങ്ങളിൽ കയറ്റി പെരുമ്പാവൂരിൽ എത്തിച്ചത്. പിന്നീട് ഇവ ക്വാറിയിലെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്തേക്ക് ബംഗാളി തൊഴിലാളികൾ ഉപയോഗിച്ചാണ് മാറ്റിയത്. 2 മിനി ലോറികളിൽ കടലാസ് നിർമ്മിത അട്ടപ്പെട്ടിയിലാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത്. കുന്നംകുളം പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ നശിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഇല്ലാത്തതിനാലാണ് തിപ്പലശ്ശേരിയിലെ ക്വാറിയിലെത്തിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സനു വധക്കേസിലെ പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുത്തു. കുത്താൻ ഉപയോഗിച്ച കത്തിയും മറ്റായുധങ്ങളും കണ്ടെടുത്തു. ഒരാഴ്ചക്കിടയിൽ സനൂപിന്റെയും സതീഷിന്റെയും വധക്കേസിൽ പ്രതികളെ പിടിച്ച് മികവോടെ പോലീസ് അന്വേഷണ സംഘം. ഉത്തർപ്രദേശിലെ ഹാത്രാസിലെ പെൺകുട്ടിയുടെ കൊലപാതകം. ജെറുസലേം സെന്ററിൽ പ്രതിഷേധവുമായി KSKTU. RRB കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ഉത്തർപ്രദേശിലെ പെൺകുട്ടിയുടെ കൊലപാതകം. കുന്നംകുളത്ത് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. കുന്നംകുളത്തെ വിമത കോൺഗ്രസുകാർ സേവ് കോൺഗ്രസ് എന്ന പേരിൽ പാർട്ടിക്ക് രൂപം കൊടുത്തു. പെരുമ്പാവൂരിലെ സിഗ്നൽ ലൈറ്റുകൾ നിലച്ചിട്ട് ഇന്ന് 1 വർഷം. ഒറ്റയാൾ സമരം നടത്തി പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ. പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന 12,500 കിലോ സ്ഫോടക വസ്തുക്കൾ നശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.